അപ്പോൾ ഇന്ന് നമ്മൾ മൈസൂറിലെ വൃന്ദാവനിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വൃന്ദാവൻ ഗാർഡൻ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു ഒക്ടോബർ മാസത്തിലാണ് എത്തിയത്. ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിക്ക് ശേഷമാണ് നമ്മൾ യാത്ര തിരിച്ചത് തന്നെ. എന്തായാലും നമ്മളിവിടെ ഒരു 5 മണിയോട് കൂടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു ഇവിടെ കാണാനുണ്ടായിരുന്നത്. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ മൈസൂർ നഗരത്തിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നൊരു ഉദ്യാനമാണ് ഈ ഒരു വൃന്ദാവൻ ഗാർഡൻ. കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കൃഷ്ണരാജസാഗര അണക്കെട്ടിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അതുപോലെ തന്നെ പ്രതിവർഷം ഏകദേശം 2 ദശലക്ഷം വിനോദസഞ്ചാരികൾ വരുമെന്നാണ് ഏകദേശം ഒരു കണക്കുള്ളത്. മൈസൂറിലെ ദിവാനായിരുന്ന സർ മിർസ ഇസ്മായിൽ അദ്ദേഹത്തിന് പൂന്തോട്ടത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നുകൊണ്ട് നിർമ്മിച്ചൊരു ഗാർഡനാണ് ഈ ഒരു ഗാർഡൻ എന്നാണ് പറയപ്പെടുന്നത്. കാവേരി നദിയിൽ നിന്നുള്ള ഉയർന്ന നിലയിലുള്ള കനാൽ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പം വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഒരു അണക്കെട്ടിനോട് ചേർന്നുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രി അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ സമയം അവിടെ നിന്ന് ലൈറ്റ് ഷോയും ഒക്കെ കണ്ടിട്ടാണ് വന്നത്. ഇപ്പം സന്ധ്യയോടടുക്കുന്ന സമയമാണ്. ചെറിയ മഴ പൊടിയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇത്രയും നാളും കണ്ടതിലും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. ഇപ്പോൾ രാത്രി ലൈറ്റിംഗ് ഒക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുള്ള ലൈറ്റ് ഷോ കാണാൻ വളരെ നല്ലതായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വളരെ ആകർഷകമായിരിക്കും. ഈ കുറ്റിച്ചെടികളൊക്കെ മുറിച്ചെടുത്ത് സൃഷ്ടിച്ച മൃഗങ്ങളുടെ ശില്പങ്ങൾ, പർഗോളകൾ, ഇഴജന്തുക്കൾ പൊതിഞ്ഞ തണലുള്ള വഴികൾ, ഗസിബോകൾ എന്നിവയൊക്കെ ഈ ഉദ്യാനത്തിലുണ്ട്. സംഗീത ജലധാരയാണ് പാർക്കിൻ്റെ പ്രധാന ആകർഷണം. അപ്പോൾ അത് കാണാനാണ് കൂടുതൽ ആൾക്കാർ സന്ധ്യ സമയത്ത് ഇവിടെ വരുന്നത്. ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ വല്ലാത്ത ഒരു അനുഭവമായിരുന്നു ഈ ഒരു മ്യൂസിക് സംഗീത ജലധാര എന്ന് പറയുന്നതാണ്. മ്യൂസിക് ഷോയാണ് പ്രധാന ഒരു ആകർഷകമായിട്ടുള്ളൊരു സംഭവം. കണ്ടോ, ഇതുപോലെ കാവേരി നദിയിൽ നിന്നുള്ള ജലമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അണക്കെട്ടും ഒക്കെ കാണാൻ നമുക്ക് വളരെ ഭംഗിയാണ്. ലൈറ്റ് ഷോ വളരെ ആകർഷകമായൊരു സംഭവം തന്നെയാണ്. നമ്മളപ്പം മൈസൂർ വൃന്ദാവനം കാണാൻ പോകുമ്പോൾ ഈ ഒരു സമയത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കണ്ണിന് കുളിർമയേകുന്ന നല്ല കാഴ്ചയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ആ ഒരു സമയത്ത് പോയി കാണാനായിട്ട് ശ്രദ്ധിക്കുക. വൃന്ദാവൻ ലൈറ്റ് മ്യൂസിക്കൽ ഷോയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ആ വെള്ളത്തിലൂടെ ഉള്ള ആ ഒരു കാഴ്ച, വെള്ളത്തിൽ കളർഫുള്ളായിട്ടുള്ളൊരു കാഴ്ച നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അത്. ഈ ഒരു സന്ധ്യ സമയത്ത് ഇരുട്ടാകുന്ന ഒരു സമയത്താണ് ഇവിടെ ഈ വാട്ടർ മ്യൂസിക്കൽ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ കളർഫുള്ളാണ്.
അങ്ങനെ ഞങ്ങൾ മൈസൂർ വൃന്ദാവൻ്റെ പകലുള്ള കാഴ്ചയും രാത്രിയിലുള്ള നൈറ്റ് ഷോയും, അതായത് ലൈറ്റിങ്ങും അതുപോലെ തന്നെ മ്യൂസിക്കും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മടക്കയാത്ര ആരംഭിച്ചു. ധാരാളം ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഫ്രണ്ട്സ് എല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. നല്ല കണ്ണിന് കുളിർമയാകുന്ന നല്ല കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് മടങ്ങി. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യണേ.